നാട് നന്നാക്കാൻ ഇട്ടിറങ്ങിയ കാക്കി കൊണ്ട് കോണം കൊടുക്കേണ്ടി ഒന്നുമല്ലേ? ഞാൻ തന്നെയാടാ ഡിവൈഎസ്പി ഷറഫുദ്ദീൻ. അല്ലെങ്കിലും എന്റെ ഉണ്ണികൃഷ്ണ SI എന്നൊക്കെ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒരു 2 അക്ഷരം മാത്ര. മേലുദ്യോഗസ്ഥന്മാർക്ക് കൂട്ടിക്കൊടുക്കാനും അവരുടെ വീട്ടിലെ കൊച്ചന്മാരോടൊപ്പം മസാജിംഗ് പാർലറിലേക്ക് കൂട്ടിന് പോകാനും ഒക്കെയുള്ള തൊപ്പി വെച്ച വെറും മാമ. ആ മാമ തൊപ്പിയും വെച്ച് ഒരിക്കൽ നീ എന്റെ കേസിൽ ഇടപെട്ടതിന്റെ പേരില് എനിക്ക് ചെലവായത് ലക്ഷങ്ങളാ. എന്നാൽ ഈ തോളത്തെ നക്ഷത്രങ്ങളുടെ എണ്ണം കുറയാതെ ഇപ്പോഴും ഇവിടെ ഉണ്ടാ. അതൊക്കെ പോട്ടെ, നീ എന്താ ഈ വഴിക്ക്? പെണ്ണ് കേസിൽ സസ്പെൻഷനിലായി ശമ്പളം മുടങ്ങിയ പിന്നെ അവളുമാരെയൊക്കെ നേരിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ ഇവളുടെ ഇടപ്രായമല്ലാതെ കിളന്തുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ ക്വാർട്ടേഴ്സിലേക്കും വിട്ടേക്ക്. കെട്ടിയ പെണ്ണവളുടെ രഹസ്യ കാമുകന്റെ കൂടെ കിടക്ക പങ്കിട്ടതിന്റെ ദണ്ണം തീർക്കാൻ അവനെ അങ്ങ് വെട്ടിനുറുക്കി പെട്ടിയിലാക്കിയിട്ട് ആ കേസ് മായ്ച്ചു കളയാൻ അതേ കെട്ടിയവളെ മേലുദ്യോഗസ്ഥർക്ക് കൂട്ടിക്കൊടുത്ത് തോളത്തെ നക്ഷത്രത്തിന്റെ എണ്ണം കൂട്ടിയ നിന്നെ പോലെയുള്ള ഭൂലോക പിമ്പുകൾ ഇട്ട് നശിപ്പിച്ച ഈ കാക്കി ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഉണ്ണികൃഷ്ണന് വേണ്ടടാ. മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കാക്കിയിട്ടല്ല, കഴിവറുടെ മോനെ. എന്താണോ ഇതൊക്കെ? തന്റെ കാര്യത്തിൽ പ്രോട്ടോകോൾ ഒന്നും ബാധകമല്ലാത്തതുകൊണ്ട് എവിടെയും ഏത് രീതിയിലും തന്നെ പ്രതീക്ഷിക്കാം. ലഡു ഇരിക്കെ. താങ്ക് യു സർ. പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഇങ്ങനൊരു കാര്യത്തിന് SP റേഞ്ചിലുള്ള ഒരു സീനിയർ ഓഫീസറെ ചെന്ന് കണ്ടാൽ മതി. എന്ത് കാര്യം? പോലീസ് സേനയുടെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കാമെന്ന് സർവാത്മന പ്രതിജ്ഞ ചെയ്ത് ജനസേവനത്തിന് ഇറങ്ങുമ്പോൾ എനിക്കറിയില്ലായിരുന്നു സർ, തലയിൽ വെച്ച തൊപ്പിക്ക് ഇത്ര ഭാരം ഉണ്ടാവുന്നു. മതിയായി. സ്വന്തം കുടുംബത്തിലും ജീവിക്കുന്ന സമൂഹത്തിലും ഇനിയും അപഹാസ്യനാവുന്നതിന് മുമ്പ് ആ ഭാരം ഇറക്കി വെക്കാന്ന് വിചാരിച്ചു. അതിനേറ്റവും നല്ലത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും എന്നും മാതൃകയാക്കാൻ ആഗ്രഹിച്ചിട്ടുമുള്ള സാറിന് മുമ്പിലാണെന്ന് തോന്നി. ഒരു റിക്വസ്റ്റ് ആണ് സർ, സാറ് സ്വീകരിക്കണം എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എടോ, കായ്ക്കുന്ന മാവിലേക്ക് കല്ലെറിയൂ. കാലങ്ങളായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല എവിടെയായാലും അതൊരു നാട്ടു നടപ്പാ. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണന്റെ സിൻസിയറിറ്റിയും ടാലൻസും എന്താണെന്ന് അപ് ടു ഡേറ്റ് അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. അതൊരു ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന അർത്ഥത്തിലല്ല, നാട് നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. കേവലം ഒരു സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റേണ്ടി വന്നപ്പോ തന്നെ കാക്കി ഒരു വെച്ച് റിസൈനിങ് ലെറ്ററും തന്ന് തന്നെ പോലുള്ളവർ കാശിക്ക് പോകാൻ തീരുമാനിച്ചാൽ പിന്നെ നാട് എന്ന് നന്നാകാനാടും. വല്ലപ്പോഴും എങ്കിലും ഡിവൈഎസ്പി ഷറഫുദ്ദീനെ പോലുള്ള തേർഡ് റേറ്റുകളെ തന്തയ്ക്ക് വിളിച്ചൊന്ന് പൊട്ടിക്കാനും തന്നെ പോലുള്ള തലതെറിച്ച് ഒരുത്തരെങ്കിലും വേണ്ടോ ഡിപ്പാർട്ട്മെന്റില്? നിന്റെ സസ്പെൻഷൻ വിത്തിൻ 1 വീക്ക് അത് പിൻവലിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിരിക്കും. സോറി സർ. ഹലോ,
നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഏട്ടാ, എനിക്ക് അവളെ ഒന്ന് കാണണ്ടേ? കാണണ്ട. ഈ നേരം വരെ നമ്മുടെ മീനു ആ കിടപ്പ് കിടന്നിട്ട് ഞാനൊന്നും അങ്ങോട്ട് നോക്കിയിട്ടില്ല. പിന്നെ നീ എന്തിനാ കാണുന്നത്? നീ അവളെ കണ്ടതല്ലേ ഒരുപാട്. കുട്ടിക്കാലം മുതൽ ഓടിച്ചാടി നടക്കുന്ന നമ്മുടെ മീനാക്ഷിയെ അത് മതി. പൊയ്ക്കോ. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് അവളെ ഒന്ന് കാണണം. എങ്കിൽ ചെന്ന് കാണു. പക്ഷെ നമ്മുടെ അച്ഛൻ നിന്നെ കണ്ടാ പിന്നെ... അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ മീനുവിനെ കാണണം. നീയും നിന്റെ കൂട്ടുകാരും കൂടെ എന്റെ മോളെ ഈ കിടക്കുന്നത് 10-20 കൊല്ലത്തെ ഈ വയസ്സിന്റെ ജീവിതമാണ്. കൊന്നാ പാപം തിന്നാ തീരുവന്ന. അങ്ങനെയാണെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയി തിന്നിട്ടാണെങ്കിൽ ഈ പാപം തീർക്കണം. എന്താ അച്ഛാ ഇത്? ഒന്നിവിടെ ജീവനില്ലാതെ കിടക്കുമ്പോ അതിന്റെ പേരിൽ മറ്റൊന്നിനോട് കണക്ക് തീർക്കുകയാണോ? ഇതാണോ പാടത്തെ വീട്? പാടത്തെ വീട്ടിൽ അച്ഛനും മക്കളും ഇങ്ങനെയാണോ? ഇങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛാ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന്. ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? നമ്മുടെ അനിയത്തിയല്ലേടാ, അവളുടെ കർമ്മം ഞാൻ ചെയ്തോളാം. എന്തിനായിരുന്നു നീ ആ പാവത്തിന്? എന്ന് പോലാണ് എന്റെ പെങ്ങൾ നിനക്ക് മോശക്കാരിയായത്? നീ എന്നെ കൊന്നോ? എനിക്കിനി ജീവിക്കണ്ട. അറിയില്ലായിരുന്നു അവൾ അങ്ങനെ ചെയ്യുമെന്ന്. ഈശ്വരനാണ്, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കറിയണം നിന്നെ കൊണ്ട് പറയിച്ച ആരാണെന്ന്. എന്റെ കുടുംബത്തിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുത്തൻ എന്റെ പെങ്ങളുടെ കാൽക്കളർ റീത്തും വെച്ചാണ് ഇറങ്ങി പോയിട്ടുണ്ട്. എനിക്കറിയണം അവനാണോ അത് ചെയ്തതെന്ന്. അതെനിക്കറിയില്ല ഉണ്ണി. ആ വിളിച്ചവൻ എന്നോട് പറഞ്ഞത് നിനക്കാണ് നന്നായിട്ട് അറിയാവുന്ന ഒരു പാർത്ഥിപൻ. അതാ അവന്റെ... നീ അടക്കമുള്ള പരമചറ്റകളെ പെരുമാറി നന്നാക്കാൻ ഒരുങ്ങി ഇറങ്ങിയതാണ് ഉണ്ണികൃഷ്ണൻ. പറയണം നായ, അവനോടുണ്ടെന്ന് എനിക്കറിയണം. ആ പാർത്ഥിവൻ Oh,